ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ടേക്ക് ഇറ്റ് ഈസി. നമ്മൾ 6ാം ക്ലാസ്സിലെ 1ാമത്തെ യൂണിറ്റിൽ ഒരു ചെറിയൊരു പോയം പഠിച്ചു, ദ കളേഴ്സ് ഓഫ് എർത്ത്. അതിൻ്റെ ആക്ടിവിറ്റീസാണ് നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ. 1ാമത്തെ ആക്ടിവിറ്റി, ലിസ്റ്റ് ഔട്ട് ദ കളേഴ്സ് മെൻഷൻഡ് ഇൻ ദ സോങ് ദ കളേഴ്സ് ഓഫ് എർത്ത്. ദ കളേഴ്സ് ഓഫ് എർത്ത് എന്ന് പറഞ്ഞ കവിതയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കളേഴ്സിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ചെസ്റ്റ്നട്ടിൻ്റെ കളർ പറയുന്നുണ്ട്, ടോപ്പാസ്, ഗ്രീൻ, ഗ്രേ, ബ്രൗൺ, ബ്ലാക്ക്, പേർപ്പിൾ, ഓറഞ്ച്, സ്കൈ ബ്ലൂ, യെല്ലോ, ഇതൊക്കെ പറയുന്നുണ്ട് അല്ലേ. സ്കൈ ബ്ലൂ എവിടെയാണ് പറയുന്നത്? ആകാശത്തിന് പറയുന്നത്. സ്കൈക്ക് പറയുന്നുണ്ട്. യെല്ലോ കോണിനും വീറ്റിൻ്റെയും കളറായിട്ട് പറയുന്നു. ഇനി 2ാമത്തെ ആക്ടിവിറ്റി, നേച്ചർ ഈസ് ഫുൾ ഓഫ് ബ്യൂട്ടിഫുൾ കളേഴ്സ് ദാറ്റ് ഇൻസ്പയർ അസ്. ഈച്ച് ഷെയ്ഡ് റിഫ്ലെക്ട്സ് ദ വേൾഡ് അറൗണ്ട് അസ്. എന്താ പറയുന്നത്? ഈ ഭൂമിയിൽ അല്ലേ, നമ്മുടെ പ്രകൃതിയിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട്. നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നതായിട്ട് ഒരുപാട് കളേഴ്സ് ഉണ്ട്. പിന്നെയോ ഓരോ കളറും നമ്മുടെ ഭൂമിയെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്, അതായത് നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന കളേഴ്സാണ് അവയൊക്കെ. ഇനി എന്താ നമ്മുടെ ആക്ടിവിറ്റി? there are some colors that go with fruits, add a few more. എന്താ പറയുന്നത്? ഫ്രൂട്ട്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് കളേഴ്സ് ഉണ്ട്. ആപ്പിൾ റെഡ്, ബനാന യെല്ലോ, അതിൻ്റെ കൂടെ ഇതൊക്കെ അവർ തന്ന എക്സാമ്പിൾസ് ആണ്. ഇനി അതിൻ്റെ കൂടെ 2-3 നമ്മളോട് ആഡ് ചെയ്യാനാണ് പറയുന്നത്. സോ നമുക്ക് ഗ്രേപ്സ് പേർപ്പിൾ എന്നറിയാം, എഴുതാം അല്ലേ. മുന്തിരിയുടെ പേർപ്പിൾ കളർ. പിന്നെയോ സ്ട്രോബെറി റെഡ്, സ്ട്രോബെറിയുടെ റെഡ് കളർ. ഗോവ ഗ്രീൻ, പേരയ്ക്കയുടെ പച്ച കളർ. മനസ്സിലായല്ലോ? ഇനി നിങ്ങൾക്ക് കിട്ടാണ് കൂടുതൽ ആഡ് ചെയ്തതൊക്കെ കേട്ടോ. ഓക്കെ, അതിൽ 2ാമത്തെ ആക്ടിവിറ്റി, സം കളേഴ്സ് ക്യാൻ ബി പെയർഡ് വിത്ത് ഒബ്ജക്ട്സ് ഓർ നാച്ചുറൽ ഫിനോമിന. റൈറ്റ് എ ഫ്യൂ മോർ. എന്താ പറയുന്നത്? കുറച്ച് കളേഴ്സ് നമ്മൾ ഫ്രൂട്ട്സിൻ്റെ കണ്ടു. ഇനി കുറച്ച് ഒബ്ജക്ട്സ് ആയിട്ട്, കുറച്ച് സാധനങ്ങളുമായിട്ട്, അല്ലെങ്കിൽ നാച്ചുറൽ ഫിനോമിന, പ്രതിഭാസങ്ങളായിട്ട്, നാച്ചുറലായിട്ടുള്ള പ്രതിഭാസങ്ങളായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് കളേഴ്സ് ഉണ്ട്. ഇനി അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അവർ 2 എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഒന്ന് സ്കൈ ബ്ലൂ, ആകാശത്തിൻ്റെ നീല നിറം. പിന്നെ ഒന്ന് സൺസെറ്റ് ഓറഞ്ച്, സൂര്യൻ അസ്തമിക്കുമ്പോഴുള്ള ഓറഞ്ച് കളർ. പിന്നെ ഗ്രാസ് ഗ്രീൻ, നമുക്ക് അങ്ങനെ എഴുതിക്കൂടെ, ഗ്രാസിൻ്റെ ഗ്രീൻ. ഏതാണ്? പുല്ലിൻ്റെ പച്ച കളർ. സ്നോ വൈറ്റ്, സ്നോയുടെ വെള്ള കളർ. കോൾ ബ്ലാക്ക്, ഓഷൻ ബ്ലൂ. കൽക്കരി, കൽക്കരിയുടെ കറുത്ത കളർ. അതുപോലെ ഓഷൻ എന്ന് പറഞ്ഞാൽ സമുദ്രം, സമുദ്രത്തിൻ്റെ നീല കളർ. ഇനി അടുത്ത ആക്ടിവിറ്റി, എ ഫ്യൂ കളേഴ്സ് ആർ പെയർഡ് വിത്ത് ഫുഡ് ഐറ്റംസ്, ഗിവ് മോർ എക്സാമ്പിൾസ്. എന്താണ്? ഭക്ഷണ സാധനങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ച് കളേഴ്സ് ഉണ്ട്, അതിന് എക്സാമ്പിൾസ് തരാനാണ് പറഞ്ഞത്. അവർ തന്നിരിക്കുന്ന 2 ചോക്ലേറ്റ് ബ്രൗൺ ആണ്, പിന്നെ ടൊമാറ്റോ റെഡ്. മാംഗോ യെല്ലോ എഴുതാം, ക്യാരറ്റ് ഓറഞ്ച്, സ്പിനാഷ് ഗ്രീൻ, സ്പിനാഷ് എന്ന് പറഞ്ഞാൽ ചീരയാണ്. പിന്നെ മിൽക്ക് വൈറ്റ്. 3ാമത്തെ ആക്ടിവിറ്റി, റീഡ് ദ ലൈൻസ് ബിലോ. ദ ഗ്രീൻ ആൻഡ് ദ ഗ്രേ ഓഫ് ദ സീ റോളിംഗ് ബൈ ആൻഡ് ദ ഡാസ്ലിംഗ് ബ്രൗൺ റിവർ ഇൻ ദ മോർണിംഗ്. എന്താണ്? നമ്മളൊന്ന് പഠിച്ചു, നീല പച്ച കളറിലും ഗ്രേ കളറിലും ഒക്കെ നമുക്കിങ്ങനെ കടലിനെ കാണാൻ കഴിയും പല സമയത്തും. പിന്നെ ഡാസ്ലിങ്ങിൽ തിളങ്ങുന്ന ബ്രൗൺ കളറിൽ രാവിലെ കാണുന്ന റിവറിനെ കുറിച്ച്, പുഴയെക്കുറിച്ചും പഠിച്ചു. ഇനി ഇവിടെ പറയുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി നമുക്കുള്ളത്, ഫൈൻഡ് ഔട്ട് ദ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഓഫ് ദ ഒബ്ജക്ട്സ്, അല്ലെങ്കിൽ നാച്ചുറൽ ഫിനോമിന. നാച്ചുറൽ ഫിനോമിനെ അല്ലെങ്കിൽ ഒബ്ജക്ട്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സ്, ഡിസ്ക്രൈബിംഗ് വേർഡ്സ്, അത് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. എക്സാമ്പിൾ നോക്കിക്കോളൂ. ഗ്രീൻ ആൻഡ് ഗ്രേ ഡിസ്ക്രൈബ്സ് ദ സീ. എന്താണ്? സീ, കടലിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഗ്രീൻ ആൻഡ് ഗ്രേ. പിന്നെ ഡാസ്ലിംഗ് ബ്രൗൺ ഡിസ്ക്രൈബ്സ് ദ റിവർ. അടുത്തതായി 2ാമത്തെ ആക്ടിവിറ്റി, ഫൈൻഡ് സിമിലർ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഓഫ് ദ ഒബ്ജക്ട്സ് ഓർ നാച്ചുറൽ ഫിനോമിന ഫ്രം ദ സോങ്. ഇതുപോലെ കൂടുതൽ എക്സാമ്പിൾസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. വേർഡ്സിന്, ഒബ്ജക്ട്സിന്, ഏതെങ്കിലും വസ്തുക്കളെ അല്ലെങ്കിൽ എന്താണ് പ്രകൃതിയുള്ള പ്രതിഭാസങ്ങളുമായിട്ട് അവയൊക്കെ എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്ന, വിവരിക്കുന്ന രീതിയിലുള്ള വേർഡ്സ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. പേർപ്പിൾ എഗ് പ്ലാന്റ്. എഗ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ വഴുതിന ചെടി. സോ പേർപ്പിൾ കളറുള്ള എഗ് പ്ലാന്റ്. ഓറഞ്ച് പീച്ച്, ഗ്രീൻ സ്റ്റോൺസ്, ബ്ലാക്ക് സ്റ്റോൺസ്, സൺ കിസ്ഡ് ബ്ലാക്ക് ട്രീസ്, ഡാപ്പിൾ ബ്രൗൺ ഫോൺ, റോളിംഗ് സീ, ഡാസ്ലിംഗ് റിവർ. അതിൽ 3ാമത്തെ ആക്ടിവിറ്റിയാണ്, റൈറ്റ് സെൻറ്റൻസസ് ഓഫ് യുവർ ഓൺ യൂസിങ് ദ വേർഡ്സ് യു ഹാവ് ഫൗണ്ട് ഔട്ട്. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച വേർഡ്സ് വെച്ച് സ്വന്തമായിട്ട് സെൻറ്റൻസസ് ഉണ്ടാക്കാനാണ് പറയുന്നത്. 2 എക്സാമ്പിൾസ് അവർ തന്നിട്ടുണ്ട്, നോക്കൂ. ഐ വാസ് വാക്കിംഗ് ബൈ എ സൺ കിസ്ഡ് ബിൽഡിംഗ്, സൺ കിസ്ഡ്. പിന്നെ ദ ഗ്രീൻ ഓഫ് ദെയർ യൂണിഫോം വാസ് ഡാസ്ലിംഗ്. ഇനി നമുക്ക് സ്വന്തമായിട്ട് കുറച്ചെണ്ണം എഴുതാം. ദ ഗ്രീൻ ലീവ്സ് ലുക്ഡ് ഫ്രഷ് ആഫ്റ്റർ ദ റെയിൻ, ഗ്രീൻ ലീവ്സ്. The grey clouds covered the sky, grey clouds. The dazzling stars shone brightly at night. The brown horse ran across the field. The sun-kissed flowers looked beautiful. The dappled deer was grazing in the forest. ഇനി 4ാമത്തെ ആക്ടിവിറ്റിയാണ്,
അതിൽ എ, വിച്ച് കളർ ഡു യു ലൈക്ക് ദ മോസ്റ്റ്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഐ ലൈക്ക് ബ്ലൂ ദ മോസ്റ്റ് ബിക്കോസ് ഇറ്റ് ഇസ് കാം ആൻഡ് ബ്യൂട്ടിഫുൾ. എനിക്ക് ബ്ലൂ ആണ് ഏറ്റവും ഇഷ്ടം, കാരണം അത് വളരെ കാമായിട്ടുള്ള കളറായിട്ട് അല്ലെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള കളറായിട്ട് എനിക്ക് തോന്നുന്നു എന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചുവപ്പാണെങ്കിൽ ഐ ലൈക്ക് റെഡ് ദ മോസ്റ്റ് എഴുതാം. ചിലർക്ക് യെല്ലോ ഉണ്ടാവും, സോ ഐ ലൈക്ക് യെല്ലോ കളർ ദ മോസ്റ്റ് എന്ന് എഴുതാം. ഏത് കളറാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് എഴുതുക കേട്ടോ. ഇനി അതിൽ രണ്ടാമത്തെ ആക്ടിവിറ്റി, റൈറ്റ് ദ നെയിംസ് ഓഫ് ആസ് മെനി കളേഴ്സ് ആസ് പോസിബിൾ യു ക്യാൻ തിങ്ക് ഓഫ്. നിങ്ങൾക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്ന മാക്സിമം കളേഴ്സ് ഇവിടെ എഴുതാനാണ് പറയുന്നത്. റെഡ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, പർപ്പിൾ, പിങ്ക്, ബ്രൗൺ, ബ്ലാക്ക്, വൈറ്റ്, ഗ്രേ, വയലറ്റ്, ഇൻഡിഗോ, ഗോൾഡ്, സിൽവർ, മെറൂൺ, നേവി ബ്ലൂ, സ്കൈ ബ്ലൂ, ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ, പാരറ്റ് ഗ്രീൻ, ഓക്കെ എക്സെട്ര. ഇനി നിങ്ങൾക്ക് ഒരുപാട് അറിയുമായിരിക്കും, അതൊക്കെ അവിടെ എഴുതുക കേട്ടോ. ഇനി അടുത്ത രണ്ട് ആക്ടിവിറ്റി നമ്മൾ ക്ലാസ്സിൽ തന്നെ ചെയ്യേണ്ടതാണ് കേട്ടോ. ഒന്നാമത്തെ നമുക്ക് സിറ്റ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് ഫൈൻഡ് പിക്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് ഫ്രം മാഗസിൻസ്, ന്യൂസ് പേപ്പേഴ്സ് ഓർ ഓൾഡ് കാലണ്ടേഴ്സ്. ഡിസൈൻ എ ചാർട്ട് ടു ഷോ കേസ് യുവർ കളർഫുൾ വർക്ക്. എന്താ പറയുന്നത്, നമ്മൾ പഴയ ബുക്കുകളിൽ നിന്നും അല്ലെങ്കിൽ കാലണ്ടറിൽ നിന്നും ഒക്കെ ആയിട്ട് പല ഡിഫറെൻറ്റ് വെറൈറ്റിയിലുള്ള കളേഴ്സിൻ്റെ പിക്ചേഴ്സ് കളക്ട് ചെയ്യുക. അതൊക്കെ വളരെ ഭംഗിയായിട്ട് എവിടെയെങ്കിലുമൊക്കെ ചാർട്ടിലൊക്കെ ഒട്ടിച്ച് വെച്ച് അതിനെ കളർഫുള്ളായ വർക്കാക്കി മാറ്റുക. എന്നിട്ട് ഓരോ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ട് അതിന് ക്രിയേറ്റീവായിട്ടുള്ള അതിനെ കൊണ്ട് വർക്കുകൾ ക്രിയേറ്റീവായിട്ട് ഉണ്ടാക്കുക. അതിന് നല്ലൊരു ടൈറ്റിൽ, ക്രിയേറ്റീവായിട്ടുള്ളൊരു ടൈറ്റിൽ കൊടുക്കുക. പിന്നെ എന്തുകൊണ്ടാണ് ആ കളേഴ്സൊക്കെ നിങ്ങൾ ചൂസ് ചെയ്തത് എന്ന് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നൊക്കെയാണ്, അത് എക്സ്പ്ലെയിൻ ചെയ്യാമെന്നാണ് പറയുന്നത്. അടുത്ത അഞ്ചാമത്തത് കോറിയോഗ്രാഫ് ദ സോങ്. നമ്മളിപ്പോൾ പഠിച്ച ഈ സോങ്ങിനെ കോറിയോഗ്രാഫി ചെയ്യുക. ഒരു ഡാൻസ് ഐറ്റമായിട്ട് നിങ്ങളുടെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ കളിക്കാനാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് കൺസിഡർ ചെയ്യേണ്ട പോയിൻറ്റ്സ് ഇതൊക്കെയാണ്. വളരെ സിമ്പിളാക്കണം ഡാൻസ്, ഒരു തമാശയുള്ള രീതിയിലായിരിക്കണം. പിന്നെ യൂസ് മാസ്കുകൾ യൂസ് ചെയ്യുക ഡിഫറെൻറ്റ് കൾച്ചറിൻ്റെ. അതായത് ഇപ്പോൾ എന്താണ് നമ്മുടെ ഇന്ത്യൻ കൾച്ചർ വരണം, അപ്പോൾ ഇന്ത്യൻ കൾച്ചർ ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാളിരിക്കുക, അതിൻ്റെ മാസ്ക് ഇടുക. പിന്നെ ഒരു അമേരിക്കക്കാരൻ വരട്ടെ, ഒരു ചൈനക്കാരൻ വരട്ടെ, അങ്ങനെ ഒരു 3-4 ആൾക്കാരുടെ മാസ്ക് ഒക്കെ ഇടുക. പിന്നെ ഡിസൈൻ സ്റ്റെപ്സ് ദാറ്റ് എവ്രി വൺ കൺ ഡു. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പുകൾ യൂസ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ, വളരെ ചെറിയൊരു കവിതയാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്ത് കഴിഞ്ഞു, ആക്ടിവിറ്റീസും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്